4 മണിക്കൂർ നമ്മുടെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ആർക്ക് വേണമെങ്കിലും ബ്രൗൺസ് ചെയ്യുന്ന ഗ്രാൻഡ് മാസ്റ്റർ സിമ്പിളായി തന്നെ അടിക്കാൻ പറ്റും. എന്നാൽ ഡെയിലി 1-2 മണിക്കൂർ മാത്രം മാറ്റി വെച്ച് നമ്മുടെ ഗെയിമിൽ സിമ്പിളായി തന്നെ ഗ്രാൻഡ് മാസ്റ്ററുകളൊക്കെ അടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ഇത് വലുത് നടക്കുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ പറയാനായിട്ട് പോകുന്ന ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഗെയിമിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് ഇത് പറ്റും. ഈ 5 സീക്രട്സ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ പഠിച്ചെടുക്കാൻ കുറച്ച് താമസം എടുക്കുമെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടും. ഈ 5 സീക്രട്സിലൂടെ നമ്മൾ എല്ലാവരും പറയാൻ മടിക്കുന്ന ഒരു കാര്യം കൂടി നിങ്ങളോട് പറയുന്നുണ്ട്. അതെന്താണെന്ന് അറിയാനായിട്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എടുത്ത് നമ്മുടെ ഗെയിമിൽ കാണാൻ പറ്റുന്നത് എന്ന് പറയുന്നത് കൂടി വന്ന ഒരു 56 പ്ലേസിനാണ്. എന്ന് ഈ 56 പ്ലേസും പോയി അടിക്കോ ഒരിക്കലും പകുതി പ്ലേയേഴ്സും പുഷേഴ്സും പകുതി പ്ലേയേഴ്സ് റഷേഴ്സും ആവാനാണ് സാധ്യതയുള്ളത്. ഒരു കമ്പാരിറ്റീവ്ലി മാച്ച് നോക്കുന്ന സമയത്ത് 70% ആൾക്കാർ റഷേഴ്സും അതുപോലെ തന്നെ 40% ആൾക്കാർ പുഷേഴ്സും ആയിരിക്കും. അല്ല ഇടയിൽ കൂടെ പോയിട്ടാണ് നമ്മൾ ഈ കാട്ടായ വില കാണിക്കാനായിട്ട് പോകുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ റാങ്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അതിനു മുമ്പ് നമ്മൾ ഗെയിമിൽ അതായത് നമ്മൾ ലോബി നിൽക്കുന്ന സമയത്ത് എന്തൊക്കെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത് അവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കളത്തിലോട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ റോക്കി പറ്റിനാണ് ഇടാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 15% ആക്റ്റീവ് സ്കില്ലുള്ള ക്യാരക്ടേഴ്സിന്റെ കൂൾ ഡൗൺ ടൈം കുറയുന്നതായിട്ടാണ് ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് വരുന്നത്. അതായത് ആക്റ്റീവ് സ്കിൽ ക്യാരക്ടേഴ്സിന്റെ എല്ലാം 15% കൂൾ ഡൗൺ ടൈം കുറയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പറ്റാണ് ഫ്ലാഷ് എന്ന് പറയുന്നത്. ഈ ഫ്ലാഷിന്റെ പ്രത്യേകത നോക്കുന്ന സമയത്ത് 25% നമ്മുടെ ഡാമേജിങ് കാണൊക്കെ പുറകിൽ നിന്ന് വരുന്നത് കുറയും. റാങ്കഡ് മാച്ചിങ് കാണൊക്കെ പുഷ് ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രയാസമായിരുന്നു പുറകിൽ നിന്നുള്ള അടിയും കാണൊക്കെ. അപ്പൊ ഈ ഒരു ക്യാരക്ടറിങ്ങളൊക്കെ അല്ല ഈ ഒരു പെറ്റിങ്ങുകളിലൊക്കെ അതിന് ഉപകരിക്കുന്നതായിരിക്കും. ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നാണ് നമ്മുടെ ക്യാരക്ടർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ക്യാരക്ടർ സെലക്ഷൻ. അതായത് ക്യാരക്ടർ സെലക്ഷൻ എന്ന് പറയുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് തന്നെയാണ് നമ്മുടെ റാങ്ക് മാച്ചിങ്ങൊക്കെ പോകുന്നത്. നമ്മൾ ഏത് ക്യാരക്ടർ ഇടുന്നു ആ ഒരു ക്യാരക്ടറിന്റെ പിൻബലത്തിലാണ് നമ്മൾ ആ കളി ജയിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഏതൊക്കെ ക്യാരക്ടറാണ് നമുക്ക് റാങ്ക് മാച്ച് കളിക്കുന്നതിന് മുമ്പ് ഇടേണ്ടതെന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഒരു ഗെയിമിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്ക് സിമ്പിളായി തന്നെ കുറച്ച് പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവർ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ രജിസ്റ്ററിൻ്റെ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വരുന്നതെന്ന് പറയുന്നത്. ഇവിടെ നോക്കുന്ന സമയത്ത് കുറേയധികം നമുക്ക് സെക്ഷനുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഇവൻ്റ് സെക്ഷൻ നോക്കുന്ന സമയത്തുണ്ട്, അതുപോലെ തന്നെ മിഷൻ്റെ സെക്ഷൻ ഉണ്ട്. അപ്പോൾ മിഷൻ്റെ സെക്ഷൻ നോക്കുന്ന സമയത്ത് ഇവിടെ കുറേയധികം ഇവൻറ്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ കുറേയധികം കോയിൻസുകളൊക്കെ നമുക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സിമ്പിളായി തന്നെ SMS വെരിഫിക്കേഷനിലൂടെ തന്നെ നമുക്ക് കുറേയധികം കോയിൻസുകൾ കിട്ടുന്നുണ്ട്. ആ കോയിൻസുകൾക്ക് നമുക്ക് പൈസയിലോട്ട് കൺവേർട്ടിങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ നമുക്ക് റഫറൽ ഉപയോഗിച്ച് നമുക്ക് അത്യാവശ്യം നല്ല തന്നെ പൈസകളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതായത് നമുക്ക് നല്ല ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം പൈസകളൊക്കെ അവർ ലോഗിൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തോട് നോക്കുന്ന സമയത്ത് ഇവിടെ വേറെ ഏതെങ്കിലും കുറേ സെക്ഷനുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് താഴോട്ട് വരുന്ന സമയത്ത് കുറേയധികം ഓപ്ഷൻസുകളൊക്കെ നമുക്ക് വേറെ അവൈലബിൾ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡെപ്പോസിറ്റിങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പൈസകളൊക്കെ. അതിലൂടെ തന്നെ നമുക്ക് എക്സ്ട്രാ മണികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. കൂടാതെ നമുക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ കുറേ ഗെയിംസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊരു ഗെയിമുകൾ കളിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഏവിയേറ്റർ എന്ന് പറഞ്ഞൊരു ഗെയിമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഗെയിമുകളൊക്കെ കളിക്കാൻ പോവാണ്. അതിന് മുമ്പ് നമുക്ക് ഡെപ്പോസിറ്റിങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ആ ഒരു ഡെപ്പോസിറ്റിങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഏവിയേറ്റർ എന്ന് പറഞ്ഞ ഗെയിമുകളൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗെയിമുകളൊക്കെ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മളൊരു പ്രൊഡക്ഷനുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ നമ്മൾ പ്രൊഡക്ഷനുകളൊക്കെ ഇവിടെ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആയിട്ട് സക്സസ് ആണ്. ഓക്കേസ് അങ്ങനെ ടോട്ടലും എല്ലാം 3 സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിന്നിങ്ങളൊക്കെ ആയിട്ടുണ്ട് നമ്മളവിടെ. അങ്ങനെ നമ്മൾ എക്സ്ട്രാ മണികളൊക്കെ ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ താഴോട്ട് നോക്കുന്ന സമയത്ത് വിഡ്രോ അടിക്കേണ്ട ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പോയിട്ട് നമുക്ക് സിമ്പിളായി തന്നെ UPI ഉപയോഗിച്ച് നമുക്ക് വിഡ്രോ അടിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ ബാങ്ക് ട്രാൻസ്ഫർ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും കളിച്ച് നോക്കേണ്ടവർക്ക് കളിച്ച് നോക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ആക്ടിവേറ്റ് ഇടാൻ പറ്റുന്നൊരു ക്യാരക്ടറാണ് സയാൻ എന്ന് പറയുന്നത്. ഈ സയാനയുടെ കൂടെ നമുക്ക് ഇടാൻ പറ്റുന്നൊരു ക്യാരക്ടറും കൂടിയാണ് നമുക്ക് ലുക്വേറ്റ് എന്ന് പറയുന്നത്. സയാൻ എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് സ്കില്ലാണ്. അതുകൊണ്ട് തന്നെ ബാക്കി 3 വരുന്നത് പാസീവ് സ്കില്ലായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കണം. 2 ക്യാരക്ടേഴ്സ് അത്യാവശ്യം നല്ല തന്നെ ഹെൽത്തിങ്ങാളൊക്കെ തരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഹെൽത്തിന്റെ കാര്യം ഈ 2 ക്യാരക്ടേഴ്സ് നോക്കിക്കോളും. ബാക്കി 2 ക്യാരക്ടേഴ്സ് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത് സർവ് ചെയ്യാനും അതുപോലെ തന്നെ ഫൈറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന 2 ക്യാരക്ടേഴ്സാണ് നമ്മൾ അടുത്തായിട്ട് ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ മീശയാണ്. മീശ എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് വരെ സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പാസീവ് ക്യാരക്ടർ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാസീവ് ക്യാരക്ടർ തന്നെയാണ്. അതായത് ആൻഡ്രോ എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര് വരുന്നത്. അപ്പം ഈ ക്യാരക്ടറിന്റെ എബിലിറ്റിങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഡ്യൂറബിലിറ്റിങ്ങളൊക്കെ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന വെസ്റ്റ് എത്ര പൊട്ടയാണെങ്കിലും അതിന് 40% കൂടി എക്സ്ട്രാ ഒരു ഡ്യൂറബിലിറ്റി കിട്ടുന്നതായിരിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വെസ്റ്റ് പൊട്ടി കഴിഞ്ഞാലാണ് നമ്മൾ പെട്ടെന്ന് ചാവുക. അപ്പോൾ വെസ്റ്റ് പൊട്ടാതിരിക്കാൻ നമുക്ക് ആൻഡ്രിങ്ങളൊക്കെ സഹായിക്കുന്നതായിരിക്കും. ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ലോബി നിൽക്കുന്ന സമയത്തും ഇൻ ഗെയിമിൽ നിൽക്കുന്ന സമയത്തും ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. നമ്മൾ ഇനിയാണ് ഇറങ്ങി കളിക്കാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. അതായത് ശരിക്കും ഒരു റാങ്ക് മാച്ച് ഇറങ്ങി കളിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. മാച്ചിനെ നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എവിടെ ഇറങ്ങുന്നു എന്നുള്ള കാര്യം. അതായത് പലർക്കും ഒരു ഡൗട്ട് ആയിരിക്കും നമ്മൾ ഒരു മാച്ചിൽ എവിടെ ആയിരിക്കും ഇറങ്ങേണ്ടത്. പലരും ആ ഒരു സമയത്താണ് ചിന്തിക്കുക പോലും ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഇവിടെയാണ് ഇറങ്ങുന്നത്. അതായത് ആൾക്കാർ ഇറങ്ങുന്നതായിട്ടാണ് നമ്മൾ ചിന്തിക്കാൻ പോലും തുടങ്ങുന്നത്. സൊല്യൂഷനാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സൊല്യൂഷൻ ഇത്രേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് പറ്റിയൊരു പ്ലേസ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാം. അതായത് കുറേ തവണ നിങ്ങൾ കളിച്ചിട്ടുണ്ടായിരിക്കും ഇതിനോടൊപ്പം തന്നെ. അപ്പം നിങ്ങൾക്ക് എവിടെയാണ് കംഫർട്ട് എന്ന് തോന്നുന്നത് അവിടെ തന്നെ ഇറങ്ങാൻ ശ്രമിക്കുക. ഞാൻ ഇപ്പോൾ ഒരു സ്ഥലം പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ഇറങ്ങണമെന്ന് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാൻ പറയാനായിട്ട് പോകുന്ന സ്ഥലത്തും നിങ്ങൾ പറഞ്ഞു പിടിക്കാനായിട്ട് പോകുന്ന സ്ഥലത്തും
എന്തായാലും എനിമി ഉണ്ടായിരിക്കും. എന്തായാലും എനിമി ഇല്ലാത്ത ഒരു സ്ഥലം പോലും നമ്മുടെ ഈ ഒരു ഏരിയ കാണാൻ എവിടെ പോയി ഇറങ്ങിയാലും അവിടുന്ന് എങ്ങനെ എനിമിയുടെ രക്ഷപ്പെടുന്നു അല്ലെങ്കിൽ എനിമിയെ എങ്ങനെ നേരിടുന്നു എന്നതിലാണ് കാര്യം വരുന്നത്. ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് 90% ആൾക്കാരും ചെയ്തൊരു മണ്ടത്തരമാണ്. നിങ്ങൾ കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇറങ്ങിയെന്ന് വെച്ചോ, അവിടെ 2 എനിമിയെ കണ്ടു. 2 എനിമിയെ കണ്ടപ്പോഴത്തേക്ക് കൊള്ളാം, ഇവനെ വണ്ടാ പഠിച്ചേക്കാന്ന് പറഞ്ഞിട്ട് അവൻ 2 പേര് വണ്ടാ ചെയ്യാനായിട്ട് പോകുന്നത് എന്താ അപ്പോഴും ഒരു 30 അലവിലൊക്കെ നിൽക്കുമായിരിക്കും. ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 2 പേരെ കൊന്നില്ലേ, എന്തായാലും കുറച്ചും കൂടെ കയറി പോയേക്കാം, എന്തായാലും 2-3 പേരെയും കൂടെ അടിച്ചേക്കാം. അങ്ങനെയാണ് നമ്മൾ ബ്രെയിൻ അപ്പത്തേക്ക് നമ്മളെ പുഷ് ചെയ്യും. അതായത് ഫ്രണ്ടിലോട്ട് കയറിപ്പോ എന്ന് പറഞ്ഞു ഒരു ടൈം കണക്കാക്കിയിട്ടാണ് വേറെ ലവന്മാരെ നമ്മളെ വന്നിട്ട് ആ സമയത്ത് കൊന്നിട്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കളിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ ഒരു സോക്കേട് കാണും. എന്തായാലും ഒരു സ്ക്വാഡിൽ ഒരുത്തരെങ്കിലും ഈ സോക്കേട് കാണാതിരിക്കത്തില്ല. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള ഒരുത്തൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവൻ ഈ വീഡിയോ അയച്ചു കൊടുത്തേക്കാം. സീക്രട്ട്. അപ്പൊ പലരും ചെയ്യാനും പറയാനും മടിക്കുന്ന ഒരു കാര്യമാണ് സൗണ്ട് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഗെയിമിലാണെങ്കിൽ സൗണ്ട് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ പലരും അത് മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗെയിം ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ പെട്ടെന്ന് എനിമിങ്ങൾക്ക് നമ്മൾ ഫ്രണ്ടിലോട്ട് ചാടി വരിക. ആ സമയത്തായിരിക്കും നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വെപ്രാളപ്പെടുന്നത്. അതേസമയം എനിമിങ്ങൾക്ക് വരുന്നുണ്ടെന്ന് അറിയുന്ന സമയത്ത് നമുക്ക് പ്രിപ്പറേഷൻ എടുക്കാൻ ടൈമിങ്ങൾക്ക് കിട്ടും. അങ്ങനെ പ്രിപ്പറേഷനുകൾക്ക് എടുക്കാൻ ടൈമിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു സെറ്റിംഗ് ആൾക്ക് എന്തായാലും ചെയ്തു വെക്കണം. അപ്പോൾ ഈ സെറ്റിംഗ്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിനായിട്ട് നമുക്ക് സെറ്റ് സൗണ്ട് സെക്ഷനിൽ പോകുന്ന സമയത്ത് അവിടെ മ്യൂസിക്, സൗണ്ട് എഫക്ട്, വോയിസ് എന്നൊക്കെ പറഞ്ഞ് കുറേ സെക്ഷനുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനകത്ത് മ്യൂസിക് എന്ന് പറയുന്നത് നമ്മുടെ ലോബി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മ്യൂസിക്കിന്റെ സൗണ്ടും കാണലൊക്കെയാണ്. അത് എത്ര വെച്ചാലും കാര്യമില്ല, ലോബി നിൽക്കുന്ന സമയത്ത് അതുകൊണ്ടുള്ള ഗുണങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ സൗണ്ട് എഫക്ട്, അവിടെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം വരുന്നത്. സൗണ്ട് എഫക്റ്റിന്റെ അവിടെ നിങ്ങൾ മാക്സിമം കൂടി തന്നെ വെക്കാൻ ശ്രമിക്കുക. 28 ആ ഒരു റേഞ്ചിലായിട്ടാണ് വെക്കുന്നതെന്ന് പറയുന്നത്. അതിനേക്കാളും കുറച്ച് മാത്രം നമ്മുടെ വോയിസും കണക്ക് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ടീമേറ്റ്സിന്റെ സൗണ്ടും അതുപോലെ നമ്മുടെ ഇൻ ഗെയിമിലെ സൗണ്ടും കറക്റ്റ് ഒരു പാത്തിലായിട്ട് കേൾക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ ടീമേറ്റിന്റെ സൗണ്ട് കൂടി നിൽക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇൻ ഗെയിമിലെ സൗണ്ട് കൂടി നിൽക്കും. രണ്ടും ഒരു കുറച്ച് റേഷ്യോയിൽ വന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഗെയിമിൽ കളിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതി വെക്കാൻ ശ്രമിക്കുക. ഇച്ചിരി കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് അതിന്റെ രീതിയിൽ അനുസരിച്ച് വോയിസും കണക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ അതിന്റെ താഴെയായിട്ട് ഓഡിയോ ബാലൻസ് എന്ന് പറഞ്ഞ സെറ്റിംഗ്സ് ഉണ്ട്. അവിടെ ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവലുണ്ട്. അതിൽ ഓട്ടോമാറ്റിക് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ നമ്മുടെ ഓഡിയോ കണക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന 99% ആൾക്കാർ പോകാൻ സാധ്യതയുണ്ട്. ആ 1% ആൾക്കാർ മാത്രമായിരിക്കും ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഇത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പാർട്ട് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് ജസ്റ്റ് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. ഹറി നിങ്ങൾ പോലും ഇത്ര നാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കും ഞാൻ ഇനി പറഞ്ഞു തരാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. അപ്പം പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കൂടിയാണ് ഇതെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് റാങ്ക് മാച്ച് മാത്രമല്ല, നമ്മൾ ക്ലാസ്സിക്ക് പോയാലും എവിടെ പോയാലും ഈ ഒരു മിസ്റ്റേക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതായത് കളക്ഷന് വേണ്ടിയുള്ള നെട്ടോട്ടം. അതായത് ഒരു മാച്ച് നോക്കാൻ നേരത്ത് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, എവിടുന്ന് എടുക്കും അവിടുന്ന് എടുക്കുന്നു, ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് ഈ കളക്ഷന് വേണ്ടിയുള്ള എല്ലാവരും അങ്ങോട്ടുള്ള ഓട്ടം എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് എനിമിയെ കണ്ടാൽ പോലും നമ്മൾ അടിക്കാൻ പോകത്തില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എനിമി കാണുന്ന സമയത്ത് എന്തായാലും അപ്പം തന്നെ നമ്മുടെ ഒരു ഗണ്ണ് എന്തായാലും കാണും. ആ ഒരു സമയത്ത് എന്തായാലും നമുക്കൊരു വെടിങ്ങൾക്ക് വെക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എനിമികളെ കൊല്ലാനും പറ്റും. അങ്ങനെ നമുക്ക് പ്ലസുകളൊക്കെ അങ്ങനെ കൂട്ടാനും പറ്റും. എന്തായാലും നിങ്ങൾ ഇറങ്ങുന്നിടത്ത് തന്നെ അത്യാവശ്യം കളക്ഷനുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും കളക്ഷനുകളൊക്കെ അധികം ഇല്ലാത്ത സ്ഥലമൊക്കെ കുറവാണ്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ സ്ഥിതി വെച്ചിട്ട് എല്ലായിടത്തും അത്യാവശ്യം കളക്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കളിക്കാനുകളൊക്കെ പറ്റത്തുള്ളൂ. എന്നാണെങ്കിൽ നിങ്ങൾക്ക് കോയിൻസുകൾ കളക്ട് ചെയ്തിട്ട് ഒരു ആർസണൽ ഗെയിം മേടിക്കുക. എന്നിട്ട് ആർസണൽ ഗെയിമിന്റെ അടുപ്പ് നിന്നിട്ട് നമുക്ക് നൈസായിട്ട് തന്നെ കുറേ കളക്ഷൻ കളിക്കുക. ആ ഒരു നമുക്ക് ടീമേറ്റ്സുകളെ കൂടെ ഉണ്ടെങ്കിൽ അത്യാവശ്യം അവരെടുക്കുന്ന കോയിൻസിനും കൂടെ നമുക്ക് ബോണസ് ആയിട്ട് 200 കോയിൻ വെച്ച് കിട്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കോയിനുകളൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് ആർസണൽ ഗെയിം മേടിക്കാൻ പറ്റുന്നതായിരിക്കും. ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പറയുന്നത് എങ്ങനെ നമുക്ക് സർവൈവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി എങ്ങനെ ഫൈറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. 3 കാറ്റഗറി ഇരിക്കുകയാണ്. അതായത് റഷേഴ്സ്, പുഷേഴ്സ്, അതുപോലെ തന്നെ മിഡിൽ മാൻ. അപ്പോൾ നിങ്ങൾക്ക് റഷർ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഗൺസാണ് നമ്മൾ ആദ്യം പറഞ്ഞു തരാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. പറ്റിയുള്ള ഗൺസാണ് നമ്മുടെ മിഡിലായിട്ടുള്ള ഗൺസ് ആയിട്ടുള്ള UMP, ബിസോൺ, തോംസൺ, വെക്ടർ അതുപോലുള്ള ഗൺസും അതുപോലെ തന്നെ M10, M80 അങ്ങനെ പോലുള്ള ഗൺസും. അതായത് ഈ ഗൺസ് ഉപയോഗിക്കുന്ന ഗുണം എന്ന് പറയുന്നത് ഈ UMP പോലുള്ള ഗൺസ് എന്ന് പറയുന്നത് ഒരു മിഡിലായിട്ട് പറ്റിയ ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെ ഈ M10, M80 എന്നൊക്കെ പറയുന്നത് തൊട്ട് അടുത്ത് വരുന്ന സമയത്ത് എനിമിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ 2 ഗൺസുമാണ് ഏറ്റവും കൂടുതൽ റഷേഴ്സിനാൾക്ക് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത്. അതായത് റഷേഴ്സ് എന്ന് പറയുന്നത് മാറി നിന്ന് കളിക്കേണ്ട ആൾക്കാരല്ലോ, കുറച്ച് അടുത്ത് വന്നിട്ട് കളിക്കേണ്ട ആൾക്കാരല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഗൺസുകളൊക്കെ അവർക്ക് വേണ്ടി സെലക്ട് ചെയ്തതെന്ന് പറയുന്നത്. നമ്മളിത് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത് മിഡിലായിട്ട് കളിക്കേണ്ട ആൾക്കാർക്കുള്ള ഗൺസുകളൊക്കെയാണ്. നമ്മളൊരു മിഡിൽ മാൻ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഗൺസാണ് UMP, ബിസോൺ, തോംസൺ, വെക്ടർ പോലുള്ള ഗൺസും അതുപോലെ തന്നെ ഗ്രോസ, AUG, AKM എന്ന് പറഞ്ഞ ഗൺസുകളൊക്കെ. അപ്പോൾ ഈ ഗൺസുകളൊക്കെ എന്ന് പറയുന്നത് ഒരു മിഡിലായിട്ടുള്ള ആൾക്കാർക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഗൺസുകളൊക്കെയാണ് ഇതെന്ന് പറയുന്നത്. അതായത് അവർക്ക് പറ്റിയെന്ന് പറയുന്നത് കുറച്ച് അത്യാവശ്യം ഒരു മിഡായിട്ടുള്ള ഗൺസും അതുപോലെ തന്നെ അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ഗൺസുമാണ് അവർക്ക് ആവശ്യം എന്ന് പറയുന്നത്. നമ്മൾ ഈ നോക്കാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത് സർവൈവിംഗ് ചെയ്ത് നിൽക്കുന്ന പുഷേഴ്സിന് പറ്റിയ ഗൺസുകളൊക്കെ ഏതൊക്കെയാണെന്നുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് പുഷേഴ്സിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഗൺ കോമ്പിനേഷനാണ് നമ്മൾ താഴെ കൊടുത്തേക്കുന്നതെന്ന് പറയുന്നത്. UMP, ബിസോൺ, തോംസൺ, വെക്ടർ അതുപോലത്തെ ഗൺസും അതുപോലെ തന്നെ നമ്മുടെ AWM, Kar98K, SKS, ഡ്രാഗണവ് അതുപോലുള്ള ഗൺസുമാണ് അവർക്ക് പറ്റിയെന്ന് പറയുന്നത്. കാര്യം എന്ന് പറയുന്നത് അവർ കുറച്ച് ലോങ് നിന്നാണ് കളിക്കുന്നതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം ഡാമേജ് പോകണം, കൊടുക്കുന്ന അടിക്ക് നല്ല ഡാമേജ് പോകണം. അതിന് വേണ്ടിയിട്ടാണ് അവർക്ക് ഡ്രാഗണവ് പോലുള്ള ഗണ്ണുകളൊക്കെ ഞാൻ സെലക്ട് ചെയ്തതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് അത്യാവശ്യം എനിമികളൊക്കെ പെട്ടെന്നായിരിക്കും അടുത്ത് വരാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിന് അവർക്ക് തോംസൺ പോലുള്ള ഗൺസുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പറഞ്ഞിട്ടുള്ള ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഗെയിമിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നിങ്ങൾക്ക് പാടായിരിക്കും തുടക്കത്തിലൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിടിച്ചാൽ കിട്ടത്തില്ല. അത് ഞാൻ 100% ഗ്യാരണ്ടികളൊക്കെ തരുവാണ്. നിങ്ങൾക്ക്
പെട്ടെന്ന് തന്നെ ഗ്രാൻഡ് മാസ്റ്റർ നിങ്ങൾക്ക് അടിക്കാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ 2 മണിക്കൂർ ഒരു ദിവസം ചെയ്യുവാണെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്. നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.